ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത അലീനയെ എന്തോ ഭയങ്കര തെറ്റ് ചെയ്ത ഒരാളെ കാണുന്നത് പോലെയാണ് വൈജ കാണുന്നത്. അത് തൊടുന്നതും പിടിക്കുന്നതും എല്ലാം വൈജയ്ക്ക് പ്രശ്നമാണ്. അങ്ങനെ നിലം തൊടാൻ അതിനെ സമ്മതിക്കുന്നില്ല, ഒരു രീതിയിലും അതിനെ ജീവിക്കാനും സമ്മതിക്കുന്നില്ല. പണിയെടുക്കുന്നതിന് കുറ്റം, അതിന് കുറ്റം, ഇതിന് കുറ്റം, എല്ലാത്തിനും കുറ്റം. ആ സമയത്താണെങ്കിലോ നമ്മുടെ അലീനയാണെങ്കിൽ അവിടെ കൃഷ്ണയോട് സംസാരിക്കാനായിട്ട് ചെന്നു. അപ്പോൾ എൻ്റെ കൊച്ചിനോട് നിന്ന് കിണ്ണാണിക്കാതെ പോയി പണിയെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അലീനയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക. അപ്പോൾ അലീനയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി. ഈ സമയത്ത് അലീനയോട് അമ്മ ഈ രീതിയിൽ പെരുമാറുന്നത് കണ്ടിട്ട് ആ കൃഷ്ണയ്ക്കും സങ്കടമായി. കൃഷ്ണ നേരം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അമ്മയാണെ മോളെ തുറിച്ചു നോക്കിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് എന്തുവാടി നീ അവളോട് ഇരുന്ന് സംസാരിച്ചതെന്ന് കൃഷ്ണയോട് ചോദിക്കുമ്പോൾ ഞാനൊന്നും ചോദിച്ചില്ല, ആ ചേച്ചി എന്നോട് പേര് ചോദിച്ചപ്പോൾ ഞാൻ പേര് പറഞ്ഞതേ ഉള്ളൂ എന്ന് കൊച്ചു പറഞ്ഞു. അവളോട് സംസാരിക്കാനോ അവളോട് ഒന്നിനും പോയേക്കരുതെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുക വൈജ അന്നേരം സ്വന്തം മകളോട്. അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഈ കൊച്ചിനോട് കുറേ അതും ഇതൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങ് കയറിപ്പോയി. ഇത് എന്തൊരു ജന്മമാണെന്ന് ഓർത്താൽ കൊച്ചു അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വീട്ടിൽ അമ്മയ്ക്ക്, അതായത് മുത്തശ്ശിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തൊക്കെ കൊടുത്ത് നമ്മുടെ അലീന അവിടെ മുറിയിലേക്ക് കയറി ചെന്നു. വീട്ടിലെ ജോലികളെല്ലാം തീർത്തിട്ട് എല്ലാ ജോലികളും തീർത്ത് എല്ലാം നല്ല ഭംഗിയായി തൂത്തും തുടച്ചും ഒക്കെ ഇട്ടു. എന്നിട്ടാണ് മുത്തശ്ശിയുടെ അടുത്തേക്ക് കയറി ചെല്ലുന്നത്, മുത്തശ്ശിക്ക് കഞ്ഞിയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട്. അങ്ങനെ മുറിയിലേക്ക് കയറി ചെന്ന് മുത്തശ്ശിക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു. അവൾ എന്താ മോളെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു അലീന മുത്തശ്ശിയോട്. അത് നീ എന്നോട് കള്ളം പറയുന്നതാണെന്ന് എനിക്കറിയാം, അവളെ ഇച്ചിരി ദേഷ്യക്കാരിയാണ്, മോളതൊന്നും കാര്യമാക്കണ്ട കേട്ടോ, അവളെന്തെങ്കിലും പറഞ്ഞാലെന്ന് മുത്തശ്ശി പറയുമ്പോൾ ഞാനതൊന്നും കാര്യമാക്കിയിട്ടില്ല, അങ്ങനെ കാര്യമാക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. ഇവിടെയുള്ള കുട്ടികളൊക്കെ എൻ്റെ അനിയത്തിമാരായിട്ടല്ലേ ഞാൻ കണ്ടേക്കണത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ഞാൻ കൃഷ്ണയോട് പേര് ചോദിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിള്ളേരോടും അതിനോട് മിണ്ടിയതിനാണ് മേഡം ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരോടൊന്നും ഒത്തിരി നീ സംസാരിക്കാൻ പോകണ്ട, അതൊന്നും ജയയ്ക്ക് ഇഷ്ടമാവില്ല, ജയയുടെ സ്വഭാവം ഒരു പ്രത്യേക സ്വഭാവം, മോൾ അതൊന്നും മൈൻഡ് ചെയ്യാനേ പോവണ്ട എന്നൊക്കെ പറഞ്ഞു. നീ നിൻ്റെ കാര്യങ്ങൾ നോക്കി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളൂ മുത്തശ്ശി, ഞാൻ കൂടുതൽ ആരുടെ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോകണില്ല എന്നും പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എടീ അലീനേ അലീനേ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വിളി വന്നു. എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുന്നതായിരിക്കും, ഞാൻ നോക്കട്ടെ മുത്തശ്ശി എന്ന് പറയുമ്പോൾ അവിടെ ചെന്നിട്ട് അവളോടൊന്നും പറയാനൊന്നും നിൽക്കേണ്ട കേട്ടോ എന്ന് അലീനയോട് പറയാം. ഇല്ല മുത്തശ്ശി എന്ന് പറഞ്ഞ് അലീന ഇറങ്ങിച്ചെന്നു. അപ്പോൾ അലീന ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പം നീ ഇപ്പോഴേ മുറിക്കകത്ത് കയറി കഥ കടച്ചോടിയെന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ മുത്തശ്ശിക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി കയറി പോയതാണെന്ന് അലീന പറയുമ്പോൾ അവളുടെ ഒരു കഞ്ഞി, നിൻ്റെ ഇത് എന്തോന്ന് വേഷമാടി ഇത്, ഈ വേഷത്തിന് എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പം നീ എന്താ ഇവിടെ വല്ല ഫാഷൻ ഷോയ്ക്ക് നിൽക്കുവാണോ, നീയേ ഈ മാതിരി വേഷമൊന്നും ഇട്ടുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇവിടുത്തെ ജോലി ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അതിൻ്റേതായ രീതിക്ക് നിൽക്കണം, വേലക്കാരിയുടെ ഇതിൽ തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ അത് കേട്ടിട്ട് അലീനെ കമാന്നൊരക്ഷരം മിണ്ടിയില്ല കേട്ടോ, ഒന്നും മിണ്ടാതെ അത് മുത്തശ്ശിയുടെ അടുത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് മുത്തശ്ശി ആണെങ്കിൽ ചോദിച്ചു, എന്താ അലീനെ, എന്തിനാ മോളെ അവൾ വിളിച്ചതെന്ന്. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന വേഷത്തിനെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞു. ഈ വേഷത്തിന് എന്താ കുഴപ്പം, ഈ വേഷം മാന്യമായിട്ടുള്ളൊരു വേഷമല്ലേന്ന് ചോദിച്ചു. അതെന്തോ മേഡത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് അലീന ഇങ്ങനെ പറയാം. മുത്തശ്ശിയുടെ ഡ്രസ്സ് മാറ്റാമെന്ന് പറഞ്ഞ് അലീന മുത്തശ്ശിക്കുള്ള ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പുറത്തു നിന്നൊരു സാധനം വലിച്ചൊരൊറ്റയേറ്, ഇവിടെ പണിക്ക് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ വേഷങ്ങൾ ഇവിടെ ഇട്ടാൽ മതി, വലിയ ഇതിനൊന്നും നിൽക്കണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ എന്തുവാടി നീ കാണിക്കുന്നതെന്ന് മുത്തശ്ശി ചോദിച്ചു. അമ്മ ഇതിൽ ഇടപെടണ്ട, അമ്മയെ നോക്കാൻ വന്നവൾ ആ രീതിക്ക് തന്നെ നിന്നാൽ മതി കേട്ടോ, കൊച്ചമ്മ ചമയാനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞു. അതിന് ഈ കുഞ്ഞ് എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത്, അമ്മയോടല്ലേ ഒന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞത്, എടി ഇപ്പം ഇട്ടിരിക്കുന്നതൊക്കെ മാറ്റി ഞാൻ തന്നതിട്ടുകൊണ്ട് വാടിയെന്ന് പറയുമ്പോൾ ലോഹ പോലത്തെ ഒരു നൈറ്റി ആ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അത് അലീനയുടെ കയ്യിലേക്ക് കൊടുത്തു. അലീന അത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക. നീ കാണിക്കുന്നതൊക്കെ കുറച്ച് കടന്ന കൈയാണ് കേട്ടോ ജയെന്ന് അമ്മ പറയുമ്പം അമ്മ മിണ്ടാതെ അവിടെ കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് മകള് എടി അവിടെ എല്ലാവരും ഫുഡ് കഴിക്കാനിപ്പോൾ വരും, എല്ലാവർക്കും ഒന്ന് വിളമ്പിയൊക്കെ കൊടുക്കുക, വേഗം വാ, തുണി മാറിയിട്ട് വേണം അങ്ങോട്ടേക്ക് വരാൻ, ഈ ഫാഷൻ ഷോയുമായിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കരുതെന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഇതിനെ അങ്ങോട്ടേക്ക് വരാനും പറഞ്ഞിട്ട് പോയി. ആ പുള്ളിക്കാരി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയ്ക്ക് ഭയങ്കര സങ്കടം. അയ്യോ ഇത് ഒത്തിരി വലുതാണല്ലോ കുഞ്ഞെ, നീ ഇതൊന്നും ഇടണ്ട, അവൾ ചുമ്മാ പറയുന്നത്, അവളൊന്നും ചെയ്യത്തൊന്നുമില്ല, നീ ഇതൊന്നും ഇടണ്ട, നിനക്ക് ഇഷ്ടമുള്ളത് നീ ഇട്ടാൽ മതി എന്ന് മുത്തശ്ശി പറയുമ്പോൾ വേണ്ട മുത്തശ്ശി, അവർ പറഞ്ഞതല്ലേ, ഇനി ഞാൻ ഇതിടാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് അവർ പ്രശ്നം ഉണ്ടാക്കിയാലോ, അതുകൊണ്ട് ഞാനിത് ഇട്ടോളാവെന്ന് പറഞ്ഞ് നമ്മുടെ അലീന അതങ്ങോട്ടേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നിലത്തോടെ നീണ്ട് നിവർന്നിങ്ങനെ അങ്ങോട്ട് അതത് അടിച്ചു വരാൻ പാകത്തിനുള്ള ഇറക്കവും, കൈയൊക്കെ ഇങ്ങനെ ലോഹ കണക്കിന് ഭയങ്കര സൈസായിട്ടുള്ളൊരു ഉടുപ്പ്. ആ ഉടുപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. ഇതിൻ്റെ അപ്പുറം അനുഭവിക്കാൻ ഇനിയും ഇരിപ്പുണ്ടെന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഇത് കണ്ടപ്പോൾ എടി മോനെ ഇത് ഒരുപാട് വലുതാണ്, നിനക്കിത് ചേരത്തില്ല കുഞ്ഞേന്നും പറഞ്ഞുകൊണ്ട്
മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു, സാരമില്ല അവർ പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എടി അലീനേ എന്നും പറഞ്ഞുകൊണ്ട് ജയ അവിടെ കിടന്ന് വിളി തുടങ്ങി. അപ്പോൾ വിളി തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അലീനെ അങ്ങോട്ടേക്ക് ചെല്ലുക. അപ്പോൾ അലീന ഈ ഉടുപ്പ് ഇട്ട് ഇങ്ങോട്ട് ചെല്ലുന്നത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, കൃഷ്ണയ്ക്കും അതുപോലെ തന്നെ രോഹിത്തിന്, ബാലന് ഒക്കെ സങ്കടമായി. അവരിങ്ങനെ നോക്കുക. അപ്പോഴത്തേക്കും ബബിത ചാടി എഴുന്നേറ്റിട്ട് പൊളിയെന്നും പറഞ്ഞ് ആരേ വരുന്ന ഇങ്ങ് വാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീനയെ കളിയാക്കുക. അപ്പം മകള് അലീനയെ കളിയാക്കുന്നത് അമ്മ അവിടെ ഇരുന്ന് ആസ്വദിച്ച് കണ്ടോണ്ട് അങ്ങനെ ഇരിക്കുക. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം അലീന ആ ഡ്രസ്സുമായിട്ട് ഇട്ട് ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴേ. അങ്ങനെ അലീന ഇറങ്ങി വന്ന് ഇങ്ങനെ ഉടുപ്പും പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ തുണിയും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കാതെ വന്ന എല്ലാവർക്കും വിളമ്പി കൊടുക്കടിയെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു. ചുമ്മാ കിടന്ന് ഇതിനോട് ഇങ്ങനെ ഒച്ച വെക്കുക. ഇതാണെങ്കിൽ സങ്കടപ്പെട്ട് അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ ഒരു സമയത്ത് നീ എന്തിനാ ഈ കൊച്ചിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അത് നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? അത് നിന്നോട് ഒരു വാക്കും മിണ്ടുന്നു പോലും ഇല്ലല്ലോ എന്നും പറഞ്ഞ് ബാലൻ ഇങ്ങനെ പറയുമ്പോൾ, എനിക്ക് ഇവളെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം ഇവളെ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ. ബാലചന്ദ്രനും കൂടെ പോയാണല്ലോ ഇവളെ വിളിച്ചുകൊണ്ട് വന്നത്. ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവിടെ വേറെ ആരും ഇല്ലായിരുന്നോ? ഇവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അവളുടെ ഒരു നടപ്പും ഇവളുടെ ഈ കള്ളക്കളിയൊന്നും ഈ വീട്ടിൽ നിന്ന് നടക്കില്ല. എനിക്കിഷ്ടമുള്ളതുപോലെ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നിനക്ക് ഇഷ്ടക്കേടായിട്ട് എന്താ കൊച്ചി ഇവിടെ ചെയ്തതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അവിടെ ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ട് ബാലചന്ദ്രൻ ഇരിക്കുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് ബാലചന്ദ്രനോട് ഒച്ച വയ്ക്കുന്നു. കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട. അവിടെ ഓർഫണേജിൽ കിടന്നവളെ ഇവളെ കണ്ടാൽ തന്നെ അറിയാം പെശകാണെന്നുള്ളത്. ഓർഫണേജിൽ താമസിക്കുന്നവരൊക്കെ പെസ കാണുന്നു നിന്നോട് ആരാ പറഞ്ഞതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ, ബാലചന്ദ്രൻ എന്തിനാ ഇവളുടെ സൈഡ് പിടിക്കുന്നതെന്ന് ചോദിച്ചു. ന്യായമല്ലാത്ത കാര്യങ്ങൾ നീ പറഞ്ഞാൽ പിന്നെ കേട്ടുകൊണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ അതിന് കിട്ടത്തില്ലെന്നും പറഞ്ഞിങ്ങനെ പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് ഇതിനിങ്ങനെ ഇട്ടിങ്ങനെ ചവിട്ടി അരയ്ക്കുന്നത് കണ്ടപ്പം രോഹിത്തും അതുപോലെ ബബിതയ്ക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അലീനയെ ചവിട്ടി അരയ്ക്കുന്നത് കണ്ടിട്ട്. രോഹിത്തും ബബിത ഇങ്ങനെ അമ്മയുടെ കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക. പിന്നെ രോഹിത്ത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ലെന്ന് മാത്രം. അമ്മയ്ക്കൊപ്പത്തിനൊപ്പം ബബിത എന്ന് പറയുന്ന മകളും നിൽപ്പുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ചു. ഇവൾ ഓർഫണേജിലാണെന്നൊക്കെ പറഞ്ഞു. ഇത്രയും കാലം ഇവളുടെ ചിലവൊക്കെ എങ്ങനെ നടന്നു? ഇവളെങ്ങനെ തടിച്ചു കൊഴുത്താ ഇരിക്കുന്നത്? ഇവള് എപ്പോഴും ഇവളുടെ ഒരു മമ്മിയുടെ കാര്യം പറയുമല്ലോ. ഇവളെയൊക്കെ എടുത്ത് വളർത്തിയ മമ്മിയാണെന്നും പറഞ്ഞ് ഒരുത്തിയുടെ കാര്യം പറയുമല്ലോ. അവള് എങ്ങനെയുള്ളവളാണെന്നൊക്കെ ആർക്കറിയാം? എത്ര പേരെ കയ്യും കാലും കാണിച്ചിട്ടായിരിക്കും അവൾ ഇതുപോലെ ഉള്ളതിനെയൊക്കെ വളർത്തി വലുതാക്കി വിട്ടിരിക്കുന്നു പറഞ്ഞപ്പോൾ മിണ്ടി പോകരുതെന്ന് നമ്മുടെ അലീന ഈ പെൺമുളയോട് പറയുക. 1000 പ്രസവിച്ച അമ്മമാരെക്കാൾ എന്തുകൊണ്ടും ഏറ്റവും നല്ലത് എൻ്റെ ബ്രിജിറ്റ മമ്മിയാണെന്നും എൻ്റെ ബ്രിജിറ്റ മമ്മിയെപ്പറ്റി അനാവശ്യം പറയുന്നത് ആരാണെങ്കിലും ഞാനത് കേട്ട് നിൽക്കില്ല എന്നും പറഞ്ഞു. ഒരക്ഷരം എൻ്റെ ബ്രിജിറ്റ അമ്മയെ പറ്റി പറയാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല, നിങ്ങളുടെ നാവിനാ യോഗ്യതയില്ലെന്നും പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് തൻ്റെ മമ്മിയെ പിഴച്ചവളെന്ന് വിളിച്ച വൈജയുടെ അടുത്തേക്ക് ചെന്നു. പെറ്റമ്മയൊക്കെയാണ് ശരിയാണ്, പക്ഷേ തന്നെ വളർത്തി വലുതാക്കിയ തൻ്റെ മമ്മിയെ പറഞ്ഞാലുണ്ടല്ലോ, തന്നെ പിഴച്ച് പ്രസവിച്ച് ഉപേക്ഷിച്ചിട്ട് പോയ അമ്മയ്ക്ക് അത് പറയാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്ന് നമ്മുടെ അലീനെ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ തീരാവുന്ന കൊട്ടാരമൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ തീരാവുന്ന പ്രൗഢിയൊക്കെ ഉള്ളൂ ഈ വൈജയ്ക്ക്. അവിടെ തീർന്നു പോകും വൈജ. അത്രയൊന്നും നമ്മുടെ അലീന പറഞ്ഞില്ല. എൻ്റെ മമ്മിയെപ്പറ്റി അനാവശ്യം പറയരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് കേട്ടപ്പോഴത്തേക്കും വൈജ കണ്ടോ, അവൾ തിളയ്ക്കുന്നത് കണ്ടോ? അവളുടെ മമ്മിയെ പറഞ്ഞപ്പോൾ അവൾ കിടന്ന് തിളയ്ക്കുന്നത് കണ്ടോ? ഇത് തന്നെയാണ് ഞാൻ ഇവളെ പറ്റി പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജ ഭയങ്കരമായിട്ട് അങ്ങ് കിടന്ന് ഷൗട്ട് ചെയ്യുമ്പോഴത്തേക്കും, നീ ഒന്ന് നിർത്തുകയെ, നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? നീ അല്ലേ ഇപ്പോൾ ഈ പ്രശ്നം മുഴുവൻ ഇവിടെ എടുത്തിട്ടതെന്ന് ചോദിച്ചുകൊണ്ട് ബാലചന്ദ്രൻ ചോദിച്ചു. ഞാനെന്ത് പ്രശ്നം എടുത്തിട്ടുണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, നീ ആവശ്യമില്ലാതെ ആ കുട്ടിയുടെ അമ്മയെ പറ്റി പറയുന്നത് എന്തിനാ? നിന്നെപ്പറ്റി പറഞ്ഞ് നിന്റെ മക്കൾ സഹിക്കുമോ? അതുപോലെ തന്നെയാണ് ആ കുട്ടിയെ വളർത്തി വലുതാക്കി അതിൻ്റെ മമ്മിയെ പറഞ്ഞാലും. 1000 അനാഥ ജന്മങ്ങൾക്ക് അഭയമായിരുന്ന ആ സ്ത്രീയെ പറയുന്ന നിനക്ക് യാതൊരു യോഗ്യതയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അതുകൊണ്ട് നീയാണിപ്പോൾ ശരിക്കും ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അനാവശ്യം പറഞ്ഞതെന്നും ആ കുഞ്ഞിൻ്റെ മനസ്സ് വേദനിപ്പിച്ചതെന്നുള്ള കാര്യം ബാലചന്ദ്രൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എല്ലാം കൂടെ വലിച്ചെറിഞ്ഞങ്ങ് എഴുന്നേറ്റിട്ട് അങ്ങ് പോയി. അങ്ങനെ പെണ്ണുമ്പോൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ബബിതയെ അങ്ങ് പോയി, അമ്മയുടെ വാലായിട്ട് അങ്ങ് പോയി. ആ സമയത്ത് ബാലചന്ദ്രൻ അലീനയെ സമാധാനിപ്പിക്കുക. കുട്ടി വിഷമിക്കുകയൊന്നും വേണ്ട, അവൾ അങ്ങനെ ഒരു സ്വഭാവക്കാരിയായി പോയെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇതിനെ സമാധാനിപ്പിച്ചിട്ട് അങ്ങനെ അവരവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോയി. എന്തായാലും അന്നത്തെ ദിവസം ആ തലതിരിഞ്ഞ വൈദ്യ തന്നെ ഗോവിന്ദയാക്കി. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അലീന റൂമിലേക്ക് ചെന്നപ്പോൾ എന്തായിരുന്നു അപ്പോൾ ഇവിടുത്തെ മുഴുവൻ ഇവളുമാർ കാണിച്ചിട്ടത് മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് വേണം അലീനയ്ക്ക് അകത്തേക്ക് കയറി ചെല്ലാനായിട്ട്. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് അലീന അകത്തേക്ക് കയറി ചെന്നപ്പോൾ മുത്തശ്ശി ചോദിച്ചു, എന്താ മോളെ അവിടെ, എന്താ ഒരു ശബ്ദം കേട്ടെ, എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അലീന ഭയങ്കര കരച്ചിൽ. അങ്ങനെ കരയുമ്പോൾ എന്താ മോളെ ജയ നിന്നെ വഴക്ക് പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ നടന്ന കാര്യം മുത്തശ്ശിയോട് ഇങ്ങനെ പറയുക.
അതും വലിയ കാര്യമായിട്ടൊന്നും അല്ല, ഒരു ആയിട്ടങ്ങ് പറഞ്ഞു. മുത്തശ്ശി അന്നേരം പറഞ്ഞു, മോള് സമാധാനപ്പെട്ടിരിക്കുക, സങ്കടപ്പെടുകയൊന്നും വേണ്ട, അങ്ങനെ ഇങ്ങനെ എല്ലാം അവളുടെ സ്വഭാവത്തിൻ്റെ അവളുടെ സ്വഭാവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങ് തീർന്നല്ലോ. മറ്റുള്ളവർക്ക് പറ്റിയ മുറിവും മറ്റുള്ളവരുടെ ഉള്ളു പൊള്ളിയതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല, അവളുടെ സ്വഭാവത്തിൻ്റെ ആണെന്ന് പറഞ്ഞ് എല്ലാം സഹിക്കാൻ അലീന ബാധ്യസ്ഥയായിട്ട് ഇങ്ങനെ നിൽക്കണം, അത്രേ ഉള്ളൂ. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ജയ, അതായത് വൈജ ബാങ്കിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണെങ്കിലും 100 കൂട്ടം കാര്യങ്ങൾ ഇന്നലെ കാണിച്ചതേ ഒന്നുമല്ല, ഇന്നും ഒരു 100 അല്ല 1000 കൂട്ടം ജോലികൾ അലീനയെ പറഞ്ഞേൽപ്പിച്ച് അലീനയെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഇതെല്ലാം സെറ്റാക്കിയിട്ടാണ് ഈ പെൺപിള്ള പോകുന്നത്. എന്നിട്ട് റൂമിലേക്ക് കയറിയപ്പോഴത്തേക്കും അലീന രാവിലെ എഴുന്നേറ്റ് ഇവർക്ക്, അതായത് മക്കൾക്ക് എല്ലാവർക്കും കൊണ്ടുപോകാനുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ അതെല്ലാം കൊണ്ട് സെറ്റ് ചെയ്തു. അങ്ങനെ അവർക്ക് അതെല്ലാം എടുത്ത് ബാഗിൽ വെച്ച് കൊടുക്കുന്നത് കണ്ടോണ്ടാണ് ഈ വൈജ ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്നപ്പോൾ എന്താ, ഇന്ന് വരെ അവിടെ നിൽക്കുന്ന ആ വേലക്കാരി ചെയ്യാത്ത കാര്യങ്ങൾ വരെ അലീന നല്ല വൃത്തിക്കും വെടുപ്പിനും ചെയ്തിരിക്കുന്നു. എല്ലാം റെഡിയാക്കി കുപ്പിയും വെള്ളവും ചോറും പാത്രവും എല്ലാം മക്കളുടെ ബാഗിലേക്കാക്കി പകുതി എടുത്തു കൊടുത്തു. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് അവൾ ഇറങ്ങി വരും. മക്കളാണെങ്കിൽ അവിടുന്ന് പോവുകയും ചെയ്തു. അപ്പോൾ പോട്ടെ ചേച്ചി എന്ന് കൃഷ്ണ പറഞ്ഞു. മറ്റവൾ പിന്നെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചതായതുകൊണ്ട് ആ സ്വഭാവം കാണിച്ച് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് വൈജ ഇറങ്ങി വരുന്നത്. നമ്മുടെ അലീന എന്നിട്ട് പിള്ളേർ പോകുന്നു നോക്കി ഇങ്ങനെ നിൽക്കുന്നു. പിന്നാലെ വന്നിട്ട് പിള്ളേരെയൊക്കെ പറഞ്ഞു വിട്ടോടി എന്ന് ചോദിച്ചു. അവരിപ്പോൾ അങ്ങ് പോയതേ ഉള്ളൂ എന്ന് അലീന പറഞ്ഞു. ആ സമയത്ത് ഇനിയിപ്പം നിന്റെ ജോലി കഴിഞ്ഞെന്നൊന്നും നീ വിചാരിക്കേണ്ട, അമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കി മുറിക്കകത്ത് കയറി അടയിരിക്കാമെന്ന് നീ വിചാരിക്കേണ്ട, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായും ക്ലീനായിട്ട് നീ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് എല്ലാ ജോലികളും പറഞ്ഞ് ഏൽപ്പിച്ച് ഒരു മല പോലെ കിൻഡൽ കണക്കിന് പണിയുണ്ട്. എല്ലാം അടിച്ചു വാരണം, തുടയ്ക്കണം, കഴുകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റു ചെയ്യണം, മറിച്ചത് ചെയ്യണം, മുഴുവനും പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ജയം അങ്ങ് പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. അലീന അടുക്കളയിലേക്ക് കയറിപ്പോയി. ബാലചന്ദ്രൻ വന്നു കഴിഞ്ഞപ്പം നീ എന്താ ജയ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഞാനെന്ത് കാണിച്ചെന്നാ ബാലചന്ദ്രൻ ഈ പറയുന്നേ? അതെ, ആ നിൽക്കുന്ന പെൺകുട്ടി ഇവിടെ വന്നിരിക്കുന്നതേ നിന്റെ അമ്മയെ നോക്കാനാ, അല്ലാതെ ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ല എന്ന് ഇങ്ങനെ ബാലചന്ദ്രൻ പറയുമ്പോൾ, ആര് പറഞ്ഞു ബാലചന്ദ്രനോട് അവൾ വേലക്കാരിയല്ലെന്ന്? അവൾ പിന്നെ ആരാ? അവൾ ഈ വീട്ടിലെ വേലക്കാരി തന്നെയാണ്. അമ്മയ്ക്ക് ഇതല്ലെങ്കിൽ ഇത്രയ്ക്ക് പണിയേ ഉള്ളൂ. ആ പണി പെട്ടെന്ന് അങ്ങ് തീരുകയും ചെയ്യും. പിന്നെ അവളെന്താ ചുമ്മാ സപ്രമഞ്ചക്കട്ടിലിൽ കയറിയിരിക്കണം? സപ്രമഞ്ചക്കട്ടിലോ? നീ അതിനൊരു കട്ടിലോ ഒരു ബെഡ് പോലും നേരെ ചൂനെ കൊടുത്തോന്ന് ചോദിച്ചു. ബാലചന്ദ്രൻ കൂടുതൽ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട, ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാൻ അവൾ പ്രാപ്തയാണ്, അവൾ ചെയ്യുകയും ചെയ്യും, അവളത് ചെയ്തോളാമെന്നും പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ട് ചെയ്യിക്കും. അങ്ങനെ ചുമ്മാ ഇരുന്ന് ശമ്പളം മേടിക്കാനൊന്നും ഞാൻ ആരെയും സമ്മതിക്കത്തില്ല. ഞാൻ നല്ല അധ്വാനിച്ച കാശുണ്ടാക്കുന്നത് ചുമ്മാ കൊണ്ട് വലിച്ചെറിഞ്ഞ് കളയാനേ ഈ വൈജയ്ക്ക് സൗകര്യമില്ല എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ്റെ പണി നോക്കാനും പറഞ്ഞ് ഈ പിശാച് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. ഇതങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ നിൽക്കുക. അത് എന്ത് ചെയ്ത മഹാപാപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പാവം പെങ്കൊച്ചി ഈ വീട്ടിൽ തന്നെ വന്ന് കയറിയതെന്ന് അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ബാലചന്ദ്രനെ. അങ്ങനെ എല്ലാവരും പോയി, എല്ലാവരും ജോലിക്ക് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മക്കൾ പഠിക്കാൻ പോകുന്നു, എല്ലാവരും പോയി. പിന്നെ മുത്തശ്ശിയും അലീനയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ആ ഹരി എന്ന് പറയുന്ന ഞരമ്പ് രോഗിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. എന്നിട്ട് കമലയോട് പറയുകയാണ്, ഞാനേ മുത്തശ്ശിയെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന്. നീ ഇപ്പം എന്തിനാ മുത്തശ്ശിയെ കാണാൻ പോണത്? ഇന്നലെയല്ലേ അമ്മ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയത്, ഏത് നേരം അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, മുത്തശ്ശി ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം, എന്തായാലും മുത്തശ്ശി ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ, ഇവിടുന്ന് പോയിട്ട് പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയരുതല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ നേരെ മുത്തശ്ശിയെ കാണാനാണെന്നും പറഞ്ഞു വീട്ടിലേക്ക് പോയിരുന്നു. എന്താ അലീന മാത്രമേ ഉള്ളെന്ന് അറിയാം അവന്. ആ ഒരു സമയം നോക്കി തക്കം പാർത്ത് ഇവൻ വന്നതാ. അങ്ങനെ അതും പറഞ്ഞ് ഇവൻ നേരെ വരുന്നു. ഇവൻ നേരെ വന്ന് വീടിൻ്റെ കോളിംഗ് ബെല്ലടിച്ചു. കോളിംഗ് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ അലീന ചെന്ന് വാതിൽ തുറന്നപ്പോൾ ആരായി മുതൽ. ഇതിന് കണ്ടപ്പോൾ നമ്മുടെ അലീന ചങ്കൊന്ന് പിടച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. നീ എന്താടി കരുതിയത്? ഞാൻ ഇനി ഈ വഴിക്ക് വരില്ല, നീ രക്ഷപ്പെട്ടെന്നോ? അങ്ങനെയാണോ നീ കരുതിയതെന്ന് ചോദിച്ചുകൊണ്ട് അലീനയോട് ഇവൻ ചോദിക്കുക. അത് കേട്ടപ്പോൾ അലീന ഹരി എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ എന്തിനാ വന്നതെന്ന് നിനക്കറിയില്ലേ? നിന്നെ കാണാഞ്ഞിട്ടേ എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല, എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെ അലീനയോട് വളരെ മോശമായ രീതിയിൽ തന്നെ സംസാരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ അലീന നേരെ കയറി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇവൻ നൈസായിട്ട് പണി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവൻ എന്താണോ ഉദ്ദേശിച്ചു എന്നാൽ നടക്കരുതല്ലോ, അതിനുവേണ്ടി അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. പിന്നെ ഇവനാണെങ്കിൽ അലീനെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കാൻ നോക്കുക. പക്ഷേ അലീന ആരാ പൊന്നുമോൾ, ഇവൻ്റെ ഒരു കളി അലീനയുടെ അടുത്ത് നടക്കില്ല. അലീന എന്നിട്ട് മുത്തശ്ശിയുടെ മുറി തന്നെ ഇങ്ങനെ ഇരിക്കട്ടെ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോഴത്തേക്ക് മുത്തശ്ശിയാണ് കൊച്ചുമോനോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ അലീനയോട് എന്നിട്ട് മുത്തശ്ശി പറഞ്ഞു ഇവന് കുടിക്കാനെടുക്കാൻ പറഞ്ഞപ്പോൾ അലീന അങ്ങോട്ടേക്ക് ചെന്നു. എന്തായാലും അലീന അങ്ങോട്ടേക്ക് ചെന്നപ്പം ഇവനും പിന്നാലെ പോകാൻ നോക്കുക. ഇവൻ പിന്നാലെ ചെന്ന് അലീനയെ പുറകിൽ നിന്ന് ആക്രമിക്കാമെന്നുള്ളൊരു ധാരണയിലാണ് ഈ
നാണം കെട്ടവൻ ചെല്ലുന്നത്. അങ്ങനെ അലീന അവിടെ ചെന്നു. അലീന ചെന്നപ്പോഴത്തേന് ഇവനാണെങ്കിൽ അലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട് അലീനയോട് ആവശ്യമില്ലാത്ത വൃത്തികെട്ട രീതിയിലുള്ള വർത്താനമൊക്കെ പറഞ്ഞപ്പം അലീന പ്രതികരിച്ചു. ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഇനി എൻ്റെ കൺവട്ടത്ത് വന്നേക്കരുത്. മുത്തശ്ശിയെ കാണാൻ വന്നവൻ കണ്ടിട്ട് പോകാൻ പറഞ്ഞു. അലീന പഞ്ചപാവമാണെന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ അലീനയുടെ ആ ഒരു തനിസ്വരൂപം കണ്ടപ്പോൾ ഇവൻ ഒന്ന് പതറുന്നില്ല. ഞാൻ വെറുതെ വിടിലൊടിയെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ അവിടെ നിന്ന് അങ്ങ് പോവുക. സൗമ്യമായിട്ട് തന്നെയാണ് നമ്മുടെ അലീന പറഞ്ഞത്, അല്ലാണ്ട് വയലൻ്റ് ആയിട്ടൊന്നുമല്ല. പക്ഷേ ആ പെണ്ണിൻ്റെ നോട്ടത്തിൽ അല്ലെങ്കിൽ സംസാരത്തിൽ അവൻ പേടിച്ചെങ്കിൽ അലീന എത്ര പവറുള്ള ഒരാളായിരിക്കും. ആ രീതിയിൽ തന്നെ നമ്മുടെ അലീന സംസാരിച്ചു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മനു വരുകയും അതുപോലെ തന്നെ അലീനയെ ഇവരെല്ലാവരും ദ്രോഹിക്കുന്നതും അല്ലെങ്കിൽ അലീനയെ വേദനിപ്പിക്കുന്നതൊക്കെ അറിയുകയും ചെയ്യും. അലീനയ്ക്ക് താങ്ങായും തണലായും കരുത്തായും നമ്മുടെ മനു അലീനയുടെ കൂടെ തന്നെ നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ നല്ലൊരു സന്തോഷമുള്ള നിമിഷങ്ങളും അതുപോലെ ഒരുപാട് കരയാനുള്ള സന്ദർഭങ്ങളും മുഹൂർത്തങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കഥ ഇനിയും മുന്നോട്ട് വരാനിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ കഥ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, കഥ പറയുന്ന ശൈലി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തും ലൈക്ക് അടിച്ചൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ച് വീണ്ടും കാണുന്നത് വരെ നന്ദി പറയുന്നു. താങ്ക്